ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖവും സമാധാനത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് ഒരു മോർണിംഗ് റുട്ടീനാണേ. ഞാൻ ഒരുപാട് നാളായി ഡെയിലി വ്ളോഗ്സായിട്ട് വന്നിട്ട്. ഒരു 2 വർഷം മുന്നേ ഞാൻ ഇതുപോലെ മോർണിംഗ് റുട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 AM റുട്ടീൻസൊക്കെ, ബ്രഹ്മമുഹൂർത്തവും അതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു ബ്രേക്ക് വന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ വ്ളോഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ റീച്ചും ഭയങ്കര കുറവാണ്. ഇന്നിപ്പോൾ 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു വലിയ ബ്രേക്ക് വന്നു. അപ്പം വീണ്ടും അതെല്ലാം സ്റ്റോപ്പായി. അപ്പോൾ ഇപ്പം ഞാനതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടകം 21 അതായത് ഇന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ഒരുങ്ങി കേട്ടോ. ആദ്യം പോയി വിളക്ക് കൊളുത്തിയിട്ട് വരാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാമേ. ഞാൻ മുന്നേ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. ഡെയിലി എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കുറേ ഇഷ്യൂസ് കാരണം എനിക്ക് പറ്റിയില്ല, അതങ്ങ് ബ്രേക്കായി എന്ന് പറഞ്ഞില്ലേ. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല റിസൾട്ടായിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു നമ്മുടെ ലൈഫിൽ കേട്ടോ. അപ്പം പിന്നെ കുറേ നാളായിട്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നു, കർക്കിടകം സ്റ്റാർട്ട് ചെയ്തപ്പോഴും വിചാരിക്കുന്നു ഇതുപോലെ രാവിലെ എഴുന്നേൽക്കണം, വിളക്ക് കൊളുത്തണം, പ്രാർത്ഥിക്കണം, യോഗ ചെയ്യണമെന്നൊക്കെ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് രാവിലെ എനിക്ക് പൊതുവേ ഈ രാവിലെ എഴുന്നേൽക്കുന്ന മടിയുള്ള കൂട്ടത്തിലാണ്. ഉറങ്ങാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. രാവിലെ എഴുന്നേൽക്കുന്നവർ ഒരുപാട് പേര് കാണും, വർഷങ്ങളായിട്ട് എഴുന്നേൽക്കുന്നവർ കാണും. പക്ഷേ നമ്മൾ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ എനർജി ആയിരിക്കും കേട്ടോ. ഒരു എഴുന്നേൽക്കാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതാണ് മെയിനായിട്ടുള്ള സംഭവം. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് യോഗ ചെയ്യാൻ പോകണം. പിന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ അഫർമേഷനും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ ഇല്ലേ. അത് കുറേ ഞാൻ വീഡിയോസ് കണ്ട് ഒരു പോസിറ്റീവ് വൈബ് വരണം, അല്ലെങ്കിൽ ലൈഫിൽ കുറച്ചുകൂടി ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് മാറണം. അപ്പോൾ നമ്മുടെ മെൻറ്റൽ പവർ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അഫർമേഷൻസും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണും കേട്ടോ. ഒരു സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അതൊക്കെ കൂടി ചെറുതായിട്ട് നമ്മുടെ മിറക്കിൾ മോർണിംഗ് റുട്ടീനൊക്കെ ഇല്ലേ, അതൊക്കെ ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആ സ്റ്റീൽ കണ്ടെയ്നറിലോട്ട് മാറ്റി ഒഴിക്കുക. അതാകുമ്പോൾ മോനൊക്കെ എടുക്കാൻ എളുപ്പമുണ്ട്, ആ ഒരു ടാപ്പ് ഉള്ളതുകൊണ്ട്. ഇതുപോലെ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകണമല്ലോ. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകാനല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് പാട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പിന്നും പറ്റും, അത് കഴിഞ്ഞ് അത് കൺസിസ്റ്റൻ്റായിട്ട് കുറേ നാൾ കണ്ടിന്യൂ ചെയ്യാനാണ്. എവിടെയും പറയുന്നുണ്ട് ഒരു 21 ഡേയ്സ് നമ്മൾ ഈ ഒരു റൊട്ടീൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ പറ്റുമെന്ന്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ മോർണിംഗ് റുട്ടീൻസ് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മോൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഞാൻ മുകളിൽ പോയിട്ടാണ് യോഗ ചെയ്യുന്നത്. അവിടെ കുറച്ചുകൂടെ കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഇവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട്? ഇവിടെ അത്രയ്ക്കില്ല, എന്നാലും ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് മഴ തുടങ്ങി കേട്ടോ. ഞാൻ എഴുന്നേറ്റ സമയത്തൊന്നും മഴയില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ രീതിയിലുള്ള യോഗ കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. ഞാൻ പണ്ട് യോഗ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇപ്പം അത്ര വലുതായിട്ടൊന്നും ചെയ്യില്ല. ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ചെയ്തു തുടങ്ങും. പിന്നെ എനിക്ക് പുറത്ത് കുറച്ച് നേരം ഇരുന്ന് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ പുറത്ത് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഇതാണ് കേട്ടോ പറഞ്ഞത്, ഞാൻ അഫർമേഷൻസ് എഴുതി വെക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യമായിട്ട് അങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. പക്ഷേ ഞാനിതുപോലെ വീഡിയോസ് കണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ മിറക്കിൾ മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ആ മോർണിംഗ് ഇതുപോലെ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ്സും എഴുതുന്നതിനെ കുറിച്ചുള്ള ബെനിഫിറ്റ്സ്, ലോ ഓഫ് അട്രാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് നോക്കുമ്പോഴത്തേനും നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇതൊക്കെ ഫോളോ ചെയ്താൽ എന്തായാലും നമുക്ക് നഷ്ടം വരത്തില്ല. അതായത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും. പക്ഷേ നമ്മൾ അതിൽ ഉറച്ച് വിശ്വസിച്ച് വേണം എഴുതാനും ഒക്കെ കേട്ടോ. ഈ രാവിലെ കർക്കിടക മാസം കൂടെയല്ലേ, അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു മനസ്സമാധാനമാണ് നമുക്ക്. മനസ്സമാധാനമാണോ അതോ എന്താണെന്നറിയത്തില്ല. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഈ എഴുതുമ്പോഴും ഒക്കെ നല്ല പോലെ രാമായണം പാരായണവും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന്. ഞാനത് എൻ്റെ വോയിസ് നിർത്തിയിട്ട് ഞാൻ ആ വോയിസ് ഒന്ന് കുറച്ച് നേരത്തേക്ക് കൊടുക്കാമേ.
ഞാൻ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടൈം കിട്ടാറുണ്ട്. നല്ല സമാധാനപരമായിട്ട് ഇരുന്ന് എഴുതാനൊക്കെ പറ്റും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചായ ഉണ്ടാക്കണം. പിന്നെ കുക്കിങ് കാര്യങ്ങളൊക്കെ അമ്മ കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇനി മോനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം കേട്ടോ. അതൊരു വലിയ ടാസ്ക്കാണ്. 7:30 ആകുമ്പോഴാണ് അവനെ ഇറങ്ങാനുള്ളത്. പക്ഷെ അവൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളേ. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇതുപോലെ വിചാരിക്കുന്നു അവനെ ഒന്ന് 6 മണിക്ക് എഴുന്നേൽപ്പിക്കണോ എന്നുള്ളത്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഇതുപോലെ ഒരാഴ്ച 6 മണിക്ക് എഴുന്നേൽപ്പിച്ചു, റീഡ് ചെയ്യാനൊക്കെ കൊടുത്തു, അങ്ങനെയൊക്കെ. എനിക്ക് ഇച്ചിരി റീഡ് ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ മോനുവേ. ആ റീഡിങ്ങിൻ്റെ കഥ ഞാൻ പിന്നെ ഒരു ദിവസം പറയാം കേട്ടോ. നമ്മുടെ മോർണിംഗ് റുട്ടീനിലും റീഡിങ് ഒരു ഹാബിറ്റാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ബുക്സ് വായിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ സംഭവത്തിലോട്ട് ഞാനിതുവരെ എത്തിയിട്ടില്ലേ. അങ്ങനെ ഇതേ പുറത്ത് നല്ല മഴയൊക്കെ, ഒരു നല്ല സൂപ്പർ മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പർ വന്നു. ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് ഇടണമെന്നുണ്ട്. August 6. അങ്ങനെ ഒരു കുറേ നേരത്തെ ഇതിന് ശേഷം മോനൊന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചായയൊക്കെ കൊണ്ടുവച്ചിട്ട് ന്യൂസ് പേപ്പർ ഞാൻ വായിക്കുന്നത് കുറച്ച് അവിടെ ഇവിടെയൊക്കെയാണ് വായിക്കുന്നത്. അതാണ് സത്യം. മുഴുവനീ കുത്തിയിരുന്നൊന്നും വായിക്കില്ല. നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ ന്യൂസുകളൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട ന്യൂസൊക്കെ ആയിരിക്കും. അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഒന്ന് വായിക്കും. പിന്നെ ഇത് അമ്മ നടക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ പാലും പോയി മേടിച്ചിട്ട് വരണം. അപ്പോൾ അമ്മ എന്നും രാവിലെ, അമ്മ വർഷങ്ങളായിട്ട് നടക്കാൻ പോകുന്നതാണ്. ഞാനും ഇടയ്ക്ക് പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എനിക്ക്. പിന്നെ അതേ മോന് ഞാൻ പത്രം കൊടുത്തു ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ടേ. ഭയങ്കര പാടാണ്, എന്നാലും വായിച്ചിട്ടുണ്ട്. ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? സാറ്റലൈറ്റ്. ഇനിയിപ്പോൾ അവനെ ഒന്ന് റെഡിയാക്കി വിടണം. അപ്പോൾ ഞാൻ യൂണിഫോം എല്ലായിടത്തും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ആൾ തന്നെ കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ തനിച്ചിട്ടോളൂ കേട്ടോ. ഇപ്പോൾ എന്തായാലും 3rd സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തനിച്ചെല്ലാം റെഡി ആവാനൊക്കെ ഓക്കെയാണ്. ആൾ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്നാക്സും ഒക്കെ റെഡിയാക്കി വയ്ക്കും. ഞാൻ ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പഴം നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം എടുത്തപ്പോൾ ചെറുതായിപ്പോൾ. അപ്പോൾ ഞാൻ 2 പഴം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നെയ്യിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. ബേക്കറി ഐറ്റംസാണ് ഇഷ്ടം, പക്ഷേ അതത്ര നല്ലതല്ലല്ലോ, ഹെൽത്തി അല്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തു വിടും. പക്ഷേ അതൊക്കെ അതുപോലെ തിരിച്ചു കൊണ്ടുവരും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് എങ്ങനെയാണോ എന്തോ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. പിന്നെ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആൾ കേട്ടു. ഇന്നിവിടെ ചപ്പാത്തിയും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എണീപ്പിക്കുന്ന പോലെ അടുത്ത ടാസ്ക്കാണ് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇരുത്തി അങ്ങ് കൊടുക്കാം. അപ്പോൾ എന്തായാലും റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വാരി അങ്ങ് കൊടുക്കുവാണ് ഫുഡ്. അല്ലെങ്കിൽ ഞാൻ വാരി തന്നെയാണ് കൊടുക്കണം. പക്ഷേ എന്നാലും ഞാൻ റീഡ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യേണ്ട എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ റീഡ് ചെയ്യണമെങ്കിൽ അങ്ങ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസ് പണ്ട് കാണുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴേക്കല്ലേ എനിക്ക് അറിയാവുള്ളൂ. കമൻറ്റ് ചെയ്യോ, ലൈക്ക് ചെയ്യോ, അങ്ങനെയല്ലേ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്. അതുപോലെ മോർണിംഗ് എഴുന്നേൽക്കുന്നവരുണ്ടെങ്കിൽ, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലത്തെ അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയണേ. എനിക്കും അതൊരു മോട്ടിവേഷനാവും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ശരി, മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.